മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അനിൽകുമാറും സന്ദീപും ഉൾപ്പെടെ ഏറ്റവും ബ്രൂട്ടലായി അതിമാരകമായി അവരുടെ ഡ്യൂട്ടി പോലും മറന്ന്, അവർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലുള്ളവരാണ്, അംഗരക്ഷകരാണ്, അവരുടെ ഡ്യൂട്ടി പോലും മറന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ നടത്തിയ ഭീകരമായൊരു ശ്രമം ലോക മലയാളികളുടെ മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിച്ചതാണ്. ശരിക്കും റിപ്പർ ചന്ദ്രന്മാരാണ്. നിസ്സഹായരായ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്ന റിപ്പർ ചന്ദ്രനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് കൊലപാതകം നടത്തിയ ഇപ്പൊ അഭിനവ റിപ്പർ ചന്ദ്രന്മാർ, അങ്ങനെ മാത്രമേ അവരെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കേരളത്തിലെ ഈ കൊടും ക്രൂരമായ മനസ്സുമായി നടക്കുന്ന ഇവരെ നിയമത്തിന്റെ പരമാവധി ശിക്ഷ നൽകേണ്ടത് അത് നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 3 വർഷക്കാലവും ഇവർ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കേരളത്തിന്റെ നിയമവ്യവസ്ഥിതിക്ക്, നീതിന്യായ വ്യവസ്ഥിതിക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ സംഭവമാണ് വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ പിറവിയിലേക്ക് UDFന്റെ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ നീതിയും ന്യായവും നടപ്പിലാക്കാൻ വേണ്ടി ഭരണമേൽപ്പിച്ച 102 സീറ്റോടുകൂടി ഭരണമേൽപ്പിച്ചപ്പോൾ ആ യഥാർത്ഥ നീതി ഇവിടെ കേവലം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇരകളാക്കപ്പെട്ട ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MLA AD തോമസ് എന്നുള്ളതല്ല. കേരളത്തിൽ ആർക്കും നിയമപാലകരാൽ ഇത്തരത്തിൽ ഒരു വധശ്രമം നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന താല്പര്യത്തോടു കൂടിയാണ് അധികാരമേറ്റ ഉടനെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ആ കാര്യം ഒന്നും മറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുമെന്ന ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ AD തോമസും വ്യക്തമാക്കിയ കാര്യമാണ്. നടപടി ഉണ്ടാകും, കാരണം ആർക്കും സംശയമില്ല എന്ത് അധികാരമാണോ നിക്ഷിപ്തമായിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു എക്സസ് അന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത്. പക്ഷേ ഈ നരഹത്യാ കുറ്റമടക്കം ചുമത്തുന്ന സമയത്തും അങ്ങ് പറയുന്നത് പോലെ റിപ്പർ ചന്ദ്രന്മാരെ പോലെയാണ് പ്രതികരിച്ചത് എന്നും പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വേട്ട എന്നല്ലേ CPM കാണുകയുള്ളൂ? അങ്ങേക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം ഈ ED റെയ്ഡൊക്കെ നടക്കുന്ന സമയത്ത് സസ്പെൻഷനായ ഉദ്യോഗസ്ഥരടക്കം പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തന്നെ നിലയുറപ്പിക്കുമ്പോൾ ഒരു കോമ്രേഡ്ഷിപ്പ് രൂപപ്പെട്ടിട്ടുണ്ട് ഈ 10-25 വർഷത്തിനിടയ്ക്ക് എന്നുള്ളതായിരുന്നു ഇടതുപക്ഷം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയ വേട്ട എന്ന് തന്നെയായിരിക്കില്ലേ വിലയിരുത്തൽ? അല്ല, എന്താണ് രാഷ്ട്രീയ വേട്ട ഇവിടെ? നമുക്കറിയാം 308 സെക്ഷൻ IPC എന്താണ് പറയുന്നത്? അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. ആ വകുപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നതാണോ നിങ്ങൾ ഈ രാഷ്ട്രീയ വേട്ട എന്ന് പറയുന്നത്? ഇത് ഈ വിഷയത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, സുരക്ഷാ ഡ്യൂട്ടി മറന്നിട്ടാണ് അവർ പ്രവർത്തിച്ചത്.